നമസ്കാരം. ഗാനസദനം സ്കൂൾ ഓഫ് മ്യൂസിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്ന എല്ലാ പാഠഭാഗങ്ങളും ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കണം എന്നുണ്ട്. അത് നിങ്ങൾ സ്വന്തമായിട്ട് നോക്കിയാൽ മതി. കാരണം ഞാൻ റിവിഷൻ ചെയ്ത് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. കാരണം നിങ്ങൾ പഠിച്ചതും വായിക്കുന്ന സംഭവം പിന്നെയും ഞാനത് കാണിച്ചു തരാമെന്ന് പറയുമ്പം നിങ്ങൾക്ക് അത് വളരെ വിഷമമാകും. അതുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് അതൊന്ന് റിവിഷൻ ചെയ്ത് വായിക്കണം. എന്നാലേ എന്തുവരെ നിങ്ങൾ വായിച്ചാലും ശരി, അത്രയും നമുക്ക് ഫിംഗറിങ് ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾക്ക് അതിൻ്റെ അറിവ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമുക്ക് ഈ സരളിവരിശ എന്ന പാഠമാണ് നമ്മൾ ഇതുവരെ പഠിച്ചിരുന്നത്. അതിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പാഠങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് വേറൊരു പാഠഭാഗമാണ്. അതിനു മുമ്പ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടുത്ത ക്ലാസ് നിങ്ങൾക്ക് ഞാനൊരു പാട്ട് വായിക്കാൻ അല്ലെങ്കിൽ ഒരു ഗീതം വായിക്കാൻ നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നതായിരിക്കും. പഠിപ്പിക്കുന്ന വിഷയം വായിക്കണമെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഒരു ഫിംഗറിങ് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഈ ഓരോ പാഠഭാഗങ്ങളും നന്നായിട്ട് വായിച്ച് പഠിക്കണം. ഇനി ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത് മായാമാള ഗോളരാത്രിയാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. അത് നിങ്ങൾക്കറിയാം, അതിൻ്റെ ഫിംഗറിംഗ് ഒക്കെ നിങ്ങൾക്കറിയാം. എങ്കിലും ഞാനൊന്ന് ഇത് ആദ്യം കാണുന്നവർക്കാണെങ്കിൽ അവരൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സരി ഗമ പധ നി സ നി ധ പ സ്കെയിൽ ഒന്നിനാണ് വായിക്കുന്നത്, ഒന്ന് അല്ലെങ്കിൽ സി മേജർ സ്കെയിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നമുക്കൊന്ന് വായിക്കാം. രീ സ ഗ രേ മ ഗ പ മ സ രി ഗ മ പ ധ നി സ നി സ ധ നി പ ധ മ പ സ നി ധ പ മ ഗ രേ സ രി സ ഗ രേ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ്, ഈ പാഠത്തിൻ്റെ ലാസ്റ്റ് ഭാഗം പഠിക്കാം. ഇത് സരി ഗമ ഇത്രയും വായിക്കുക. അത് കഴിഞ്ഞ് അവരോണം സ നി ധ പ ഇത്രയും വായിക്കുക. അത് കഴിഞ്ഞ് സരി ഗമ പ ധ നി സ സ നി ധ പ സ രി ഗ മ സ നി. കാരണം ഇവിടുന്ന് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഈ മധ്യമത്തിലെ ഈ ഷഡ്ജത്തിലേക്ക് നമ്മുടെ ഫിംഗറിങ് പാസ് ചെയ്യണം. സ നി ധ പ മ ഗ രേ സ സ രി ഗ മ സ നി ധ പ സ രി. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു വിരൽ നമുക്ക് ഫിംഗറിങ് ഇനി നമുക്ക് ചേഞ്ച് ചെയ്യാൻ ഉള്ള ഒരു കഴിവാണ് നമുക്കിത് കിട്ടുന്നത്. ഇവിടെ എങ്ങനെ കേട്ടോ.
സരി ഗമ പദ നി ഗ സ നി ധ പ സരി ഗ സ നി ധ പ മ ഗ രി സ. അപ്പം ഇത്രയും സംഗതി നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഈ ഫിംഗറിങ് സരി ഗമ 4, പിന്നെ സ നി ധ പ അവരോണം വായിച്ചു, സരി ഗമ, പിന്നെ ആരോണം കംപ്ലീറ്റ് ചെയ്യുക നമ്മൾ. സരി ഗമ സ നി ധ പ മ ഗ രി സ. അപ്പോൾ നിങ്ങൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങളൊന്ന് വായിച്ച് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് അത് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരു പുതിയ പാഠമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.